സ്ഥാനാർത്ഥിക്കെതിരെ മത്സരിക്കുന്ന പ്രിയങ്ക വധേരയും LDFന്റെ സ്ഥാനാർത്ഥി സത്യമതേരിയും പറയുന്നു, ഇത് പാവപ്പെട്ടവരെ കുടിയിറക്കുന്ന വഖഫ് നിയമം നടപ്പാക്കണം, ഇതിൽ അക്ഷരം പോലും മാറ്റം വരുത്താൻ പാടില്ല എന്ന്. എന്നാൽ ഞങ്ങൾ ഉറപ്പിച്ച് ഇന്ന് തലപ്പുഴയിലെ പാവപ്പെട്ടവരോട് ഞങ്ങൾ പറഞ്ഞു, ഇവിടെ മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും അതോടൊപ്പം തന്നെ പിണറായിയുടെ പോലീസും ഒരുമിച്ച് വന്നാലും ഈ തലപ്പുഴയിൽ മാത്രമല്ല, മുനമ്പത്തെ മാത്രമല്ല, കേരളത്തിലെ ഒരു കുടുംബത്തെയും കുടിയൊഴിപ്പിക്കാൻ ഭാരതീയ ജനതാ പാർട്ടി അനുവദിക്കില്ല. ഏതറ്റം വരെ പോകാനും BJP തയ്യാറാണ്. റോബർട്ട് വധേരയല്ല, ഇവിടെ സത്യമതേരിയല്ല, LDF അല്ല, UDF അല്ല, അവരുടെ പോലീസ് വിചാരിച്ചാലും BJP പ്രവർത്തകരുടെ നെഞ്ചത്തുകൂടി മാത്രമേ അവരെ കുടിയിറക്കാൻ സാധിക്കൂ എന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കാരണം BJPയെ സംബന്ധിച്ച്, NDAയെ സംബന്ധിച്ച് ഞങ്ങൾ പാവപ്പെട്ടവരോടൊപ്പം, ഞാൻ ആദിവാസികളോടൊപ്പം, ഞാൻ കർഷകരോടൊപ്പം, ഞങ്ങൾ ഇടത്തരക്കാരോടൊപ്പം, ഞാൻ അധ്വാനിക്കുന്ന തൊഴിലാളികളോടൊപ്പമാണ്. അവരുടെ വിചാരങ്ങളാണ് പ്രിയമുള്ളവരെ നെഞ്ചേക്കുന്നത്. ഏതായാലും ഇപ്പോഴ് പല സ്ഥലത്തും ഇന്നലെ വഖഫ് ബോർഡ് ചെയർമാൻ പറഞ്ഞത്, മുനമ്പത്ത് മാത്രമല്ല, തലപ്പുഴയിൽ മാത്രമല്ല, കേരളത്തിൽ എല്ലായിടത്തും ഞങ്ങൾ നോട്ടീസ് കൊടുക്കാൻ വേണ്ടി പോവുകയാണ് എന്ന്. ആരാ ഈ വഖഫ് ബോർഡിന്റെ ചെയർമാൻ എന്നറിയോ? അഡ്വക്കേറ്റ് സക്കീർ. ആരാ അഡ്വക്കേറ്റ് സക്കീർ? നിങ്ങൾ കേട്ടിരിക്കും, മാർക്സിസ്റ്റ് പാർട്ടിയുടെ സമുന്നതനായ നേതാവ് പാലോളി മുഹമ്മദ് കുട്ടിയുടെ മരുമകനും മാർക്സിസ്റ്റ് പാർട്ടിയുടെ സമുന്നതനായ നേതാവും കൂടിയാണ്. അദ്ദേഹം പറയുകയാണ്, ഇതാ ഞങ്ങൾ കേരളത്തിലെ എല്ലാ ജില്ലകളിലും നോട്ടീസ് കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. ഇവർ വഖഫ് ബോർഡ് നോട്ടീസ് ആർക്കാ ആദ്യം കൊടുക്കാന്നറിയോ? വില്ലേജ് ഓഫീസിലാണ്. വില്ലേജ് ഓഫീസ് നമുക്ക് നോട്ടീസ് തരും, വഖഫ് ബോർഡ് നമുക്ക് നോട്ടീസ് തരും. വില്ലേജ് ഓഫീസിൽ നോട്ടീസ് തന്നാൽ നമുക്ക് ഭൂമി ക്രയം നടത്താൻ പാടില്ല, നമുക്ക് ലോൺ കിട്ടില്ല ഒരു ബാങ്കിൽ നിന്നും, നമുക്ക് വിൽപ്പന നടത്താൻ പറ്റില്ല, നമ്മൾ വഴിയാധാരമാവുകയാണ്. പ്രിയമുള്ളവരെ, ഇത്തരം ഒരു കാടൻ കരിനിയമമാണ് വഖഫ് നിയമം എന്ന് പറയുന്നത്. അതിലൊരു കാരണവശാലും മാറ്റം വരുത്താൻ പാടില്ല എന്നാണ് മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും പറയുന്നത്, UDFും LDFും പറയുന്നത്. ഇവർ സംയുക്ത പ്രമേയം നിയമസഭയിൽ പാസാക്കി. എന്താ കാരണം? ഇവിടെ കേരളത്തിലെ നിയമസഭ പറഞ്ഞാൽ ഈ നിയമം നടപ്പാക്കാൻ കഴിയില്ല. ഞങ്ങൾ പറയുന്നു, ഇവിടെ കേന്ദ്രത്തിലൊരു സർക്കാരുണ്ട്, അവിടെ ഈ നട്ടെല്ലിന്റെ പിൻഭാഗത്ത്, ഈ ശരീരത്തിന്റെ പിൻഭാഗത്ത് നട്ടെല്ലെന്ന അവയവമുള്ള നരേന്ദ്ര ദാമോദർ ദാസ് മോഡി രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ്. അതുകൊണ്ട് നമ്മൾ ഈ കരിനിയമം, ഈ കാടൻ നിയമം ഭേദഗതി ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. അടുത്ത ശീതകാല സമ്മേളനത്തിൽ ഈ മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും സംയുക്തമായി അനുകൂലിക്കുന്ന ഈ വഖഫ് നിയമം ഭേദഗതി ചെയ്യാൻ BJP സർക്കാർ തയ്യാറാകുമെന്ന് ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഉറപ്പ് നൽകുകയാണ്. ഇത് നടപ്പാക്കാൻ പോകുന്നില്ല, പക്ഷേ ജനങ്ങളെ ഭീഷണിപ്പെടുത്തുകയാണിപ്പോൾ. മാത്രം നാളെ ഇത് നമ്മുടെ സ്വകാര്യ സ്വത്തിൽ മാത്രമല്ല, ഇവിടെ അമ്പലമുണ്ടല്ലോ നിങ്ങളുടെ ഇവിടുത്തെ, ഏതാ പ്രതിഷ്ഠ? ഗണപതി വട്ടം പത്തേരി. ഈ നോൽപ്പുഴയിൽ ശിവക്ഷേത്രം ഉണ്ടല്ലോ, നിങ്ങളിപ്പം പുനഃപ്രതിഷ്ഠയൊക്കെ നടത്തി. എന്താ പേര്? തിരുവള്ളൂർ മഹാക്ഷേത്രം. നാളെ വഖഫ് ഈ തിരുവള്ളൂർ മഹാക്ഷേത്രം അത് ഞങ്ങളുടേതാണെന്ന് പറഞ്ഞാൽ നമ്മുടെ പരമശിവൻ കുടിയൊഴിഞ്ഞു പോകേണ്ടി വരും. നാടിവിടെ ക്രിസ്ത്യൻ സമൂഹം, ക്രിസ്ത്യൻ മതവിശ്വാസികൾ പ്രാർത്ഥിക്കുന്ന പള്ളിയുണ്ടല്ലോ, ആ പള്ളിയുടെ ഉടമസ്ഥാവകാശവും പള്ളിയുടെ ഉടമസ്ഥാവകാശത്തിന് മുകളിൽ കൈവെക്കാൻ വഖഫിന് അധികാരമുണ്ട്. നാളെ ഇവിടെ ക്രൈസ്തവ സഹോദരന്മാർ പ്രാർത്ഥിക്കുന്ന ക്രൈസ്തവ ദേവാലയം തങ്ങളുടേതാണെന്ന് പറഞ്ഞുകൊണ്ട് വഖഫ് ബോർഡ് നോട്ടീസ് കൊടുക്കാൻ സാധിക്കും. അവിടുന്ന് കുടിയൊഴിയേണ്ടതായിട്ട് വരും. അതുകൊണ്ട് കേരളത്തിലെ, ഇന്ത്യയിലെയും എല്ലാ മതവിശ്വാസികളുടെയും ആരാധനാലയങ്ങൾ ഇവർക്ക് വേണമെങ്കിൽ കുടിയൊഴിപ്പിക്കാൻ. ഇതാണ് കാടൻ നിയമം, ഇതാണ് കരിനിയമം. ഇക്കാര്യത്തിൽ മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും ഒന്നാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ തെരഞ്ഞെടുപ്പിന്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഇവിടെ ഈ പൊതുയോഗം ചേരുന്നത്. ഇവിടെ നിങ്ങൾ കരുതണ്ട, ഇവിടെ LDFിന് സ്ഥാനാർത്ഥിയുണ്ട് സത്യൻ മൊഹേരി, UDFിന് സ്ഥാനാർത്ഥിയുണ്ട് നമ്മുടെ ഇറക്കുമതി
ഇറക്കുമതിയായിട്ട് വന്ന പ്രിയങ്ക വധേര, ഇവർ രണ്ടുപേരും രണ്ട് സ്ഥാനാർത്ഥിയല്ല, IND സഖ്യത്തിന്റെ സ്ഥാനാർത്ഥിയാണ് ഉള്ളത് എന്ന് മാത്രമല്ല, പ്രിയങ്കയ്ക്ക് വേണ്ടി മാർക്സിസ്റ്റ് പാർട്ടി ഏതാണ്ട് പിൻവാങ്ങിയതുപോലെയാണ്. തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് നിന്ന് മാർക്സിസ്റ്റ് പാർട്ടി പൂർണ്ണമായും പിൻവാങ്ങിയിരിക്കുകയാണ്. റോബർട്ട് വധേരയുടെ വിജയത്തിന് വേണ്ടിയാണ് മാർക്സിസ്റ്റ് പാർട്ടി പിൻവാങ്ങിയിരിക്കുന്നത്. LDF എന്ന് മാർക്സിസ്റ്റ് പാർട്ടി പോയാൽ പിന്നെ ആരാ ഇവിടെ LDFിലുള്ളത്? സത്യമോഹന്റെ പാർട്ടിയുടെ പേര് CPI എന്നാണ്. ഈ CPIക്ക് വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ മൊത്തം കൂട്ടിയാൽ 1000 വോട്ട് കിട്ടില്ല. ഭാരതീയ ജനതാ പാർട്ടിക്ക് തവിഞ്ഞാൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് നൂൽപ്പുഴ പഞ്ചായത്തിൽ ലഭിക്കുന്ന വോട്ടിന്റെ 4 മാത്രമേ ഈ ലോക്സഭാ മണ്ഡലത്തെ സത്യം മൊകേരിയുടെ പാർട്ടിക്കുള്ളൂ എന്ന യാഥാർത്ഥ്യം നാം മനസ്സിലാക്കണം. അതുകൊണ്ട് ഇവിടെ IND സഖ്യവും NDA സഖ്യവും തമ്മിലുള്ള നേരിട്ടുള്ള പോരാട്ടമാണ് ഈ വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ പ്രിയമുള്ളവരെ നടക്കുന്നത്. ഇപ്പൊ ആർക്കാണ് നമ്മൾ വോട്ട് കൊടുക്കേണ്ടത്? ഞങ്ങൾ പറയുന്നത് നമ്മൾ സമ്പൂർണ്ണ സാക്ഷരത നേടിയൊരു സംസ്ഥാനമാണ്. വയനാട് സമ്പൂർണ്ണ സാക്ഷരത നേടിയിട്ടുണ്ട്. നമ്മുടെ രാഷ്ട്രീയ സാക്ഷരതയും പ്രകടിപ്പിക്കാൻ ഈ തെരഞ്ഞെടുപ്പ് വിനിയോഗിക്കണം എന്നുള്ളതാണ്. ഇപ്പൊ പറയുന്നത് എന്താ? കോൺഗ്രസുകാരെന്താ പറയുന്നത്? ഞങ്ങള് 55 കൊല്ലക്കാലം രാജ്യം ഭരിച്ച പാർട്ടി, പ്രിയങ്കയുടെ കുടുംബമാണ് 55ലേറെ വർഷക്കാലം രാജ്യം ഭരിച്ചത്. ഈ 55 വർഷക്കാലം കോൺഗ്രസ് രാജ്യം ഭരിച്ച സമയത്ത് ഈ വയനാട് ഉൾപ്പെടെയുള്ള ഈ രാജ്യത്തെ പാവപ്പെട്ടവർക്ക് എന്ത് ക്ഷേമപ്രവർത്തനങ്ങളാണ് നടപ്പാക്കിയത്? ഈ രാജ്യത്തിന്റെ വികസനമാണ് ഉണ്ടാക്കിയത്. അതിന്റെ അടിസ്ഥാനത്തിൽ വോട്ട് ചോദിക്കാൻ കോൺഗ്രസ് തയ്യാറാകുന്നുണ്ടോ? ഇല്ല. എന്താ പറയുന്നത്? പ്രിയങ്ക വധേരയ്ക്ക് ഇന്ദിരാഗാന്ധിന്റെ മൂക്കുണ്ടെന്നാണ്. പ്രിയങ്ക വധേരയുടെ തൊലിക്ക് ഇന്ദിരാഗാന്ധിയുടെ നിറമുണ്ട്. ഇന്ദിരാഗാന്ധിയുടെ മുഖച്ഛായയും പ്രിയങ്ക വധേരയുടെ മുഖച്ഛായയും ഒരുപോലെയാണെന്ന. ആയിക്കോട്ടെ, പ്രിയങ്കയുടെ മൂക്ക് ഇന്ദിരാഗാന്ധിന്റെ മൂക്ക് ഒരുപോലെ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു 2 സെന്റിമീറ്റർ കൂടുതലായിക്കോട്ടെ, ഞമ്മ കുഴപ്പമില്ല. അപ്പൊ രണ്ടുപേരുടെയും തൊലിയുടെ നിറം ഒരുപോലെ ആയിക്കോട്ടെ, അതിൽ ഞങ്ങൾക്ക് വിയോജിപ്പോ വിരോധവും ഇല്ല. ഇന്ദിരാഗാന്ധിയുടെ മുഖച്ഛായയാണ് പ്രിയങ്ക വധേരയ്ക്കുള്ളത്. അതുകൊണ്ട് പ്രിയങ്ക വധേരയ്ക്ക് വോട്ട് ചെയ്യണം എന്ന് പറയുന്ന കോൺഗ്രസ് നേതൃത്വത്തോട് ഞങ്ങൾ പറയുന്നത്, ഇന്ദിരാഗാന്ധിയുടെ മുഖച്ഛായയല്ല ഇവിടെ ചർച്ച ചെയ്യപ്പെടേണ്ടത്. സൗന്ദര്യ മത്സരത്തിലായിരുന്നുവെങ്കിൽ സ്ഥാനാർത്ഥിയുടെ കണ്ണ്, സ്ഥാനാർത്ഥിയുടെ മൂക്ക്, സ്ഥാനാർത്ഥിയുടെ നിറം ഇതൊക്കെ ചർച്ച ചെയ്യപ്പെടുമായിരുന്നു. പക്ഷേ വയനാട്ടിൽ നടക്കുന്നത് സൗന്ദര്യ മത്സരമാണോ? അല്ല, ഇവിടെ തെരഞ്ഞെടുപ്പാണ് നടക്കുന്നത്. ഞാൻ സൂചിപ്പിച്ചല്ലോ, നിങ്ങളുടെ കുടുംബം, ഈ നെഹ്റു കുടുംബം കോൺഗ്രസ് ഭരിച്ചിരുന്ന 55 വർഷം ഈ രാജ്യത്തെ പാവപ്പെട്ടവർക്ക് വേണ്ടി എന്ത് ചെയ്തു? അതാണ് പറയേണ്ടത്. നിങ്ങൾ ചെയ്തില്ല എന്ന് മാത്രമല്ല, ഇന്ത്യയിലെ ജനങ്ങളെ പട്ടിണിപ്പാവങ്ങളാക്കി മാറ്റി, തൊഴിലരഹിതരുള്ള രാജ്യമാക്കി മാറ്റി, മാത്രമല്ല അഴിമതിയുള്ള രാജ്യമാക്കി മാറ്റി. ഈ നാട്ടിലെ പട്ടിണിപ്പാവങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമുണ്ടാക്കി. ലോകത്തിലെ ഏറ്റവും ദരിദ്ര നാരായണന്മാരുടെ രാജ്യമാക്കി ഭാരതത്തെ അധപ്പതിപ്പിച്ചു. എല്ലാ അർത്ഥത്തിലും നമ്മുടെ ഈ മാതൃഭൂമിയെ, ഭാരതത്തെ സർവനാശത്തിലേക്ക് നയിച്ചു എന്നുള്ളതാണ് പ്രിയങ്ക വധേരയുടെ കുടുംബം 55 വർഷക്കാലം രാജ്യം ഭരിച്ചപ്പോൾ ഉണ്ടായത്. പ്രിയമുള്ളവരെ, അതിനെതിരായി നാം പോരാട്ടം നടത്തി. അതിന്റെ ഭാഗമായിട്ടാണ് 2014 കോൺഗ്രസ് എന്നേക്കുമായി അധികാരത്തിൽ തൂത്തെറിഞ്ഞുകൊണ്ട് നരേന്ദ്ര ദാമോദർ ദാസ് മോഡിയുടെ നേതൃത്വത്തിൽ ദേശീയ ജനാധിപത്യ സഖ്യം രാജ്യത്ത് അധികാരത്തിൽ വന്നത്. നിങ്ങൾ നോക്ക്, 10 വർഷക്കാലത്തെ ഭരണം ഒന്ന് പരിശോധിക്കുക. 10 വർഷക്കാലത്ത് ഭരണം ഒന്ന് പരിശോധിക്കുക. 10 വർഷക്കാലത്ത് ഭരണം ആർക്ക് വേണ്ടി കിട്ടാം? ആരാ? നരേന്ദ്ര ദാമോദർ ദാസ് മോഡി എന്നറിയോ നിങ്ങൾ? ഒരു വേലക്കാരിയുടെ മകനാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഒരു വേലക്കാരിയുടെ മകൻ. മാത്രമല്ല, ഈ മോഡി ആദ്യകാല ജീവിതം നയിച്ചിരുന്നത് നിങ്ങൾ കേട്ടിരിക്കും, റെയിൽവേ സ്റ്റേഷനിലും മറ്റും ചായ വിറ്റിട്ടാണ് അദ്ദേഹം ഉപജീവനം കഴിഞ്ഞിരുന്നത്. അതുകൊണ്ട് നരേന്ദ്ര ദാമോദർ ദാസ് മോഡിക്ക് ഈ നാട്ടിലെ പാവപ്പെട്ടവരുടെ വേദന അറിയാം, ദുഃഖമറിയാം.
അതുകൊണ്ടാണ് പ്രിയമുള്ളവരെ, കഴിഞ്ഞ കൊറോണ കാലത്ത് ലോകത്തെ എല്ലാ രാജ്യത്തും കൊറോണയുണ്ട്. ഓർക്കുന്നില്ലേ കൊറോണ കാലം? ഇല്ലേ? അന്ന് ഓർക്കുന്നില്ലേ? ആ കാലത്ത് ലോകത്തെല്ലാ രാഷ്ട്രങ്ങളിലും കൊറോണ കൊണ്ട് മരിച്ചതിനേക്കാൾ കൂടുതൽ ആളുകൾ പട്ടിണി കൊണ്ടാണ് മരിച്ചത്. കാരണം കൂലിയില്ല, ജോലിയില്ല. എന്നാൽ പ്രിയമുള്ളവരെ, ഇന്ത്യയിൽ നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രി നമ്മുടെ വീടുകളിൽ ഒരാൾക്ക് 5 കിലോഗ്രാം അരി സൗജന്യമായി റേഷൻ ഷാപ്പിലൂടെ നൽകി. 4 പേരാണ് ഒരു വീട്ടിലുള്ളതെങ്കിൽ 20 കിലോ അരി വീട്ടിലെത്തിച്ചു. അതുകൊണ്ട് എന്താ സംഭവിച്ചത്? ഈ കൊറോണ കാലത്ത് ലോകത്ത് പട്ടിണി കൊണ്ട് ഒരാൾ പോലും മരണപ്പെടാത്ത ഒരേ ഒരു രാജ്യം മാത്രമേ ഉള്ളൂ. അത് നരേന്ദ്ര ദാമോദർ ദാസ് മോദി പ്രധാനമന്ത്രിയായിട്ടുള്ള ഭാരതമാണ്, ഭാരതമാണ്, ഭാരതമാണ്. മാത്രമല്ല, അന്ന് കൊടുത്ത അരി ഇപ്പോ കിട്ടുന്നില്ലേ? ഒരു വീട്ടിൽ ഒരു മാസം 4 പേരുണ്ടെങ്കിൽ 20 കിലോ അരി, 12 മാസത്തേക്ക് എത്രയാ? 240 കിലോ അരി. 2 കൊല്ലമായി അരി കൊടുക്കുന്നു. 450 കിലോ അരിയാണ് ഒരു വീട്ടിൽ നരേന്ദ്രമോദി കൊടുത്തത്. ഏതാണ്ട് 5 കിൻഡൽ അരി ഒരു പാവപ്പെട്ടവന്റെ വീട്ടിലെത്തിച്ചു. ഞാൻ മാർക്സിസ്റ്റ് പാർട്ടിയുടെയും കോൺഗ്രസിന്റെയും നേതാക്കളോട് പറയുക, ലോകത്ത് എത്രയോ രാഷ്ട്രങ്ങളില്ലേ, ഏതെങ്കിലും ഒരു രാഷ്ട്രത്തിലെ പാവങ്ങൾക്ക് ഭക്ഷണം കഴിക്കാനുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ സൗജന്യമായി ഇത്രയും ആളുകൾക്ക് വീട്ടിലെത്തിച്ചു കൊടുത്ത ഏതെങ്കിലും ഒരു ഗവൺമെന്റിനെ കാണിക്കാൻ സാധിക്കുമോ? ഇല്ല. നരേന്ദ്രമോദി മാത്രമാണ്, BJP സർക്കാർ മാത്രമാണ് അത് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്, എന്താ ഇത് മാത്രമാണോ? എന്തൊക്കെ ക്ഷേമ പദ്ധതികൾ ഇവിടെ പ്രസംഗിച്ചു കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുക. പാവങ്ങൾക്ക് വേണ്ടി, സാധാരണക്കാർക്ക് വേണ്ടി, അമ്മമാർക്ക് വേണ്ടി, വൃദ്ധന്മാർക്ക് വേണ്ടി, എല്ലാവർക്കും വേണ്ടി, കടലോരത്ത് താമസിക്കുന്നവർക്ക്, മലയോരത്ത് താമസിക്കുന്നവർക്ക്, ഗ്രാമങ്ങളിൽ താമസിക്കുന്നവർക്ക്, നഗരങ്ങളിൽ താമസിക്കുന്നവർക്ക്, മുന്നോക്കക്കാർക്ക്, പിന്നോക്കക്കാർക്ക്, ഭൂരിപക്ഷക്കാർക്ക്, ന്യൂനപക്ഷക്കാർക്ക്, എല്ലാവരുടെയും ജീവിത നിലവാരം മെച്ചപ്പെടുത്താനുള്ള എത്ര ക്ഷേമ പദ്ധതികളാണ് പ്രിയമുള്ളവരെ നമ്മുടെ രാജ്യത്ത് 10 വർഷക്കാലത്തെ ഭരണത്തിനിടയിൽ നരേന്ദ്രമോദി സർക്കാർ നടപ്പാക്കിയത്. കുടുംബ ഭരണത്തിൽ നിന്ന് രാജ്യം മോചിതമായതുകൊണ്ടാണ് നമുക്ക് ഈ സൗഭാഗ്യങ്ങളൊക്കെ തന്നെ ലഭിച്ചത്. ഇന്ന് ലോകത്ത് ഒരു കാലത്ത് പട്ടിണിപ്പാവങ്ങളുടെ രാജ്യമായിരുന്ന ഭാരതം ഈ 10 വർഷത്തിനിടയിൽ 25 കോടി ആളുകളെയാണ് പട്ടിണിയിൽ നിന്നും നാം കരകയറ്റിയത്. ഒരു കാലത്ത് നമ്മള് പിച്ചപ്പാറയുമായി അമേരിക്കയുടെ മുന്നിൽ, റഷ്യയുടെ മുന്നിൽ, ചൈനയുടെ മുന്നിൽ, ജർമ്മനിയുടെ മുന്നിൽ ക്യൂ നിന്നിരുന്നു കടത്തിന് വേണ്ടി. പക്ഷെ പ്രിയമുള്ളവരെ, ഇന്ന് ലോകത്തിലെ 5ാമത്തെ സാമ്പത്തിക ശക്തിയായി ഭാരതം മാറിയിരിക്കുന്നു. ഇതാണ് നരേന്ദ്രമോദി സർക്കാരിന്റെ നേട്ടം. എല്ലാവർക്കും നല്ലൊരു ജീവിതം പ്രദാനം ചെയ്ത ഗവൺമെന്റ്. ഞാൻ സൂചിപ്പിക്കുന്നത്, ഇതെല്ലാം കുടുംബ വാഴ്ച ഇല്ലാതാക്കിയത് കൊണ്ടാണ് നമുക്ക് ഈ സൗഭാഗ്യങ്ങളൊക്കെ ലഭിച്ചത്. മാത്രമല്ല, 10 വർഷക്കാലത്തിനിടയിൽ ഒരു നയാ പൈസ നമ്മുടെ പ്രധാനമന്ത്രിയോ മന്ത്രിമാരോ മോഷ്ടിച്ചിട്ടില്ല. ഒരു നയാ പൈസ അഴിമതിയില്ലാത്ത, ഒരു പൈസയുടെ നയാ പൈസ അഴിമതിയില്ലാത്ത രാജ്യത്തെ ആദ്യത്തെ ഗവൺമെന്റാണ്, ലോകത്തെ ആദ്യത്തെ ഗവൺമെന്റാണ് നരേന്ദ്രമോദി സർക്കാർ. ഞാൻ ചോദിക്കട്ടെ, ഇപ്പോഴെന്താ ചെയ്യുന്നത്? ഈ പ്രിയങ്ക വധേര ഇവിടെ വയനാട്ടിലെ സ്ഥാനാർത്ഥിയെ ആകുന്നതോടുകൂടി എന്താ ചെയ്യുന്നത്? വീണ്ടും ഭാരതത്തെ കുടുംബാധിപത്യത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത്. വീണ്ടും നമ്മുടെ രാജ്യത്തെ പട്ടിണിപ്പാവങ്ങളുടെ രാജ്യമായി, തൊഴിലില്ലാത്തവരുടെ രാജ്യമായി, അഴിമതിക്കാരുടെ രാജ്യമായി, വികസനമില്ലാത്തവരുടെ രാജ്യമായി മാറ്റുകയാണ് കോൺഗ്രസ് ചെയ്യുന്നത്. വീണ്ടും കുടുംബാധിപത്യം. ഇപ്പം വധേര MP ആയാൽ എന്താ സംഭവിക്കുക? ഇപ്പൊ വധേരയുടെ അമ്മ രാജ്യസഭാ മെമ്പർ, വധേരയുടെ സഹോദരൻ ലോകസഭാ മെമ്പർ. ആ വീട്ടില് സഹോദരിയെയും ലോകസഭയിൽ എത്തിക്കുക എന്നതിനപ്പുറത്ത്, ഒരു കുടുംബാധിപത്യത്തിന്റെ അരികിട്ട് വാഴ്ച നടത്തുക എന്നതിനപ്പുറത്ത് ഈ നാട്ടിലെ പാവങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യാൻ റോബർട്ട് വധേരയ്ക്ക് സാധിക്കും? 2019 ഈ വധേരയുടെ സഹോദരൻ നമ്മുടെ MP ആയില്ലേ? അല്ലേ? 24 വീണ്ടും തെരഞ്ഞെടുത്തില്ലേ? എന്താ സംഭവിച്ചത്? എത്ര പ്രാവശ്യ വയനാട്ടിലെ ജനങ്ങളെ കാണാൻ വന്നത്?
രാഹുൽ ഗാന്ധി ഇവിടെ എന്താ പ്രസംഗിച്ചത്? വയനാട്ടിലെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നിങ്ങൾ എന്റെ മനസ്സിൽ, നിങ്ങളെല്ലാവരും എന്റെ ഹൃദയത്തിലാണ് ഞാൻ കുടിയിരുത്തുന്നത് എന്നൊക്കെയല്ലേ പറഞ്ഞത്? എത്ര പ്രാവശ്യം MP ആയതിനു ശേഷം അദ്ദേഹം വയനാട് സന്ദർശിച്ചിട്ടുണ്ട്? നിങ്ങളെ കാണാൻ വന്നിട്ടുണ്ട്. ഞാനിപ്പം നോക്കുമ്പോൾ അതിനേക്കാൾ കൂടുതൽ കാട്ടാനകൾ വന്നിട്ടുണ്ട് ഇവിടെ. അതിനേക്കാൾ കൂടുതൽ കരടിയും പുലിയും ഇറങ്ങിയിട്ടുണ്ട്. നമ്മുടെ കരടിയും പുലിയും കാട്ടാനയും കാട്ടുപോത്തും ഇറങ്ങിയ അത്രയും തവണ നമ്മുടെ ജയിച്ചു പോയിട്ടുള്ള രാഹുൽ ഗാന്ധി ഈ വയനാട്ടിൽ സന്ദർശിച്ചിട്ടില്ല. ഇപ്പോ നെഹ്റു കുടുംബത്തെ സംബന്ധിച്ച്, രാഹുൽ കുടുംബത്തെ സംബന്ധിച്ച്, കോൺഗ്രസിനെ സംബന്ധിച്ച് വയനാട്ടിലെ ജനങ്ങൾ എന്ന് പറയുന്നത് തറവാട്ട് പശുവാണ്, കറിവേപ്പിലയും കൂടിയാണ്. കാരണം ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും രാഹുൽ ഗാന്ധിക്ക് ജയിക്കാൻ സാധിക്കുന്ന ഒരു മണ്ഡലവും ഇന്ത്യയിൽ ഒരിടത്തുമില്ലാതെ വന്നപ്പോഴാണ് 2000 കിലോമീറ്റർ യാത്ര ചെയ്ത് ഈ ചുരം കയറി വയനാട്ടിൽ വന്നത്. വയനാട്ടിലെ ജനങ്ങൾ അദ്ദേഹത്തിന് വോട്ട് കൊടുത്ത് ജയിപ്പിച്ചു. പക്ഷേ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മറ്റൊരു മണ്ഡലം റായ്ബറേലിയിൽ അദ്ദേഹത്തെ സ്വീകരിക്കാൻ തയ്യാറായപ്പോൾ നമ്മളെ ഉപേക്ഷിച്ചു. അതായത് ആദ്യം കറവപ്പശുവിനെ പോലെ നമ്മളെ ഉപയോഗിച്ചു, കറവപ്പശുവായി നമ്മളെ കണ്ടു. പക്ഷേ അതിനുശേഷം കറിവേപ്പില പോലെ നമ്മളെ ഉപേക്ഷിക്കാനും രാഹുൽ ഗാന്ധിയും കോൺഗ്രസും തയ്യാറായി. ഞാൻ ചോദിക്കട്ടെ, നമ്മളെ കറിവേപ്പില പോലെ കണ്ട, നമ്മളെ കറവപ്പശു പോലെ നമ്മളെ ചൂഷണം ചെയ്ത ഈ രാഹുൽ ഗാന്ധിക്കും അവരുടെ സഹോദരിക്കും ഇനിയും നാം പിന്തുണ കൊടുക്കണമോ? ഈ നാട്ടിലെ ജനങ്ങൾ ചിന്തിക്കണം. എന്തിനു വേണ്ടിയിട്ട? അതുകൊണ്ട് ഞങ്ങൾ പറയുന്നു, ഈ നാട്ടിലെ ജനങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റിയിട്ടുള്ള ഒരു നല്ല സ്ഥാനാർത്ഥിയാണ്, ലക്ഷണമൊത്ത സ്ഥാനാർത്ഥിയെയാണ് BJPയും NDAയും നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. നരേന്ദ്രമോദി മുതൽ നവ്യ ഹരിദാസ് വരെ BJP നേതാക്കന്മാരെ നാം വളർത്തിക്കൊണ്ടുവന്ന എങ്ങനെയാണ്? അവർക്ക് കുലമഹിമയില്ല, കുലപാരമ്പര്യവുമില്ല, മൂക്കിന് നീട്ടവുമില്ല, ഒരുപക്ഷെ ശരീരത്തിന്റെ തൊലിക്ക് നിറം കുറവായിരിക്കും. പക്ഷെ അവരൊക്കെ സാധാരണക്കാർക്കിടയിൽ, പാവപ്പെട്ടവർക്കിടയിൽ, അമ്മമാർക്കിടയിൽ, സഹോദരിമാർക്കിടയിൽ, ആദിവാസികൾക്കിടയിൽ, തൊഴിലാളികൾക്കിടയിൽ പ്രവർത്തിച്ച് പൊതുപ്രവർത്തനം നടത്തി സഹനത്തിന്റെ, സമർപ്പണത്തിന്റെ രീതിയിൽ എല്ലാം സമൂഹത്തിന് വേണ്ടി സമർപ്പിച്ചുകൊണ്ട് പൊതുപ്രവർത്തനം നടത്തി നേതൃത്വത്തിലേക്ക് ഉയർന്നു വന്ന ആളുകളാണ് BJPയുടെ നേതാക്കന്മാരായ നരേന്ദ്രമോദിയും നവ്യ ഹരിദാസും. നവ്യ ഹരിദാസ് അവർക്കൊരു ബിരുദം നേടിയതിനു ശേഷം വലിയൊരു ശമ്പളം കിട്ടുന്ന ജോലി പൊതുപ്രവർത്തനത്തിന് വേണ്ടി ഉപേക്ഷിച്ചിട്ടാണ് പ്രിയമുള്ളവരെ കോഴിക്കോട് കോർപ്പറേഷൻ അംഗമാകാൻ മത്സരിച്ചതും തിരഞ്ഞെടുത്തതും. 2ാം തവണയും അവർ കോർപ്പറേഷനിൽ മത്സരിച്ചു, വിജയിച്ചു. ഞാൻ സൂചിപ്പിക്കുന്നത് ത്യാഗം അത് നവ്യ ഹരിദാസിന്റെ പൊതുപ്രവർത്തനത്തിലുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു സമൂഹത്തിന് വേണ്ടിയിട്ട് ഒരു തൊഴിലില്ലായ്മ വേതനം, വാർദ്ധക്യകാല പെൻഷൻ എന്തെങ്കിലും വാങ്ങിച്ചു കൊടുത്ത പാരമ്പര്യം ഈ പ്രിയങ്ക വധേരയ്ക്കുണ്ടോ? റോബർട്ട് വധേരയുടെ ഭാര്യയായിട്ടുള്ള പ്രിയങ്ക വധേരയ്ക്കുണ്ടോ? ഇല്ല. എന്ത് പാരമ്പര്യമുള്ളത്? അതുകൊണ്ട് ഞങ്ങൾ അഭിമാനത്തോടു കൂടി പറയുന്നു, ഈ കോൺഗ്രസിന്റെ പ്രിയങ്ക വധേരയേക്കാൾ 1000 മടങ്ങ് യോഗ്യയാണ് NDA സ്ഥാനാർത്ഥി ശ്രീമതി നവ്യ ഹരിദാസ് എന്ന അഭിമാനത്തോടു കൂടി പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് ഈ നാട്ടിൽ ഞങ്ങൾക്കിപ്പം കിട്ടുന്ന അനുഭവം ഉണ്ടായോ? ഇന്നലെയും ഇന്നുമായിട്ട് നിരവധി വലിയ വൻ സമ്മേളനങ്ങൾ നമ്മുടെ ഈ വയനാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നടന്നു. 1000കണക്കിന് അമ്മമാര്, സാധാരണക്കാര്, പാവങ്ങള്, പട്ടണക്കാവങ്ങള്, തൊഴിലാളികള്, ആദിവാസികള്, എല്ലാ വിഭാഗങ്ങളും ഈ BJP നേതാക്കന്മാരുടെ പ്രസംഗം കേൾക്കാൻ, BJP സ്ഥാനാർത്ഥിയുടെ പ്രസംഗം കേൾക്കാൻ ഒഴിച്ചുകൂടി. ഞങ്ങൾ ഉറക്കെ പറയുന്നു, നിങ്ങൾ ഇന്ന് പത്രത്തിൽ കണ്ടിരിക്കുന്ന സുരേഷ് ഗോപി വന്നു, 1000ങ്ങളാണ് പങ്കെടുത്തത്. എല്ലായിടങ്ങളിലും BJP സ്ഥാനാർത്ഥിയെ കാണാൻ ജാതി മത ഭേദമന്യേ 100കണക്കിന് 1000കണക്കിന് ആളുകൾ പങ്കെടുക്കുന്നു. വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ ഈ തെരഞ്ഞെടുപ്പോടുകൂടി വരാൻ പോകുന്ന രാഷ്ട്രീയ മാറ്റത്തിന്റെ വ്യക്തമായ സൂചനയാണ് BJPയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗത്തിൽ കാണുന്ന വൻ ജനക്കൂട്ടം.
വൻ ജനക്കൂട്ടം. ഇപ്പോ കഴിഞ്ഞ പ്രാവശ്യം 2019-ലും 2024-ലും രാഹുൽ ഗാന്ധിയും കോൺഗ്രസും പറഞ്ഞു ഞാൻ പ്രധാനമന്ത്രിയാവുന്നു, വയനാടിനൊരു പ്രധാനമന്ത്രി. പക്ഷെ ഇത് കേട്ടിട്ട് കുറെ ആളുകളൊക്കെ തെറ്റിദ്ധരിച്ച് കൈപ്പത്തിയിലൊക്കെ വോട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ 2019-ലും 2024-ലും രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയായില്ല. പ്രധാനമന്ത്രിയാവാൻ യോഗ്യതയുള്ള ആളുകൾ അപ്പുറത്തുണ്ട്. അവർ 2 തവണ മാത്രമല്ല 3-ാം തവണയും നരേന്ദ്രമോദി 3-ാം തവണയും രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായി. പ്രിയമുള്ളവരെ, ഇപ്പോ പ്രിയങ്ങൾക്ക് പറയാൻ പറ്റുമോ എന്നെ ഇവിടെ ജയിപ്പിച്ചാൽ ഞാൻ പ്രധാനമന്ത്രിയാണെന്ന് പറയാൻ പറ്റുമോ? ആരും വിശ്വസിക്കാൻ പോകുന്നില്ല. ഇപ്പൊ എന്താ ചെയ്യുന്നറിയോ നിങ്ങൾ? കർണാടകത്തിൽ നിന്ന് അവിടുത്തെ കോൺഗ്രസിന്റെ ഉപമുഖ്യമന്ത്രി DK ശിവകുമാറിന്റെ നേതൃത്വത്തിൽ കോടിക്കണക്കിന് കള്ളപ്പണവും ചാരായവും വയനാട് മുഴുവൻ ഇറക്കുകയാണ്. മുഴുവൻ വയനാട്ടിലെ വോട്ടർമാരെ വിലക്ക് വാങ്ങാൻ വേണ്ടി ശ്രമിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഞങ്ങൾ കോൺഗ്രസിനോട് പറയുന്നു, വയനാട്ടിൽ പാവങ്ങളായിരിക്കാം, പക്ഷെ അവർ രാഷ്ട്രീയ ബോധമുള്ളവരാണ്, ജനാധിപത്യ ബോധമുള്ളവരാണ്. അവർക്ക് നിങ്ങളെ കള്ളപ്പണം കൊണ്ട് അവരെ കയ്യിലെടുക്കാൻ നിങ്ങൾക്ക് സാധ്യമല്ല എന്ന് ഞങ്ങൾ ഇന്ന് പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, രസറിയോ, ഈ കള്ളപ്പണം വരുമ്പോൾ തടയേണ്ടതാരാ? ഇവിടുത്തെ പോലീസാണ്. നമ്മൾ വിവരം അറിയിച്ചു പോലീസിന്, ഇതാ കോൺഗ്രസുകാർ കള്ളപ്പണം കൊണ്ടുവരുന്നുണ്ട്. അവിടുത്തെ ഉപമുഖ്യമന്ത്രിയാണ് ഇത് നേതൃത്വം കൊടുക്കുന്നത്. ഒരുപാട് കോൺഗ്രസിന്റെ MLA-മാർ കർണാടകത്തിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നു. അവർ വഴിയാണ് കള്ളപ്പണം വരുന്നത്. പോലീസ് പരിശോധിക്കണം, പോലീസ് പിടികൂടണം. ഇപ്പോഴാണ് മനസ്സിലായത് ഒരു പോലീസും തയ്യാറാകുന്നില്ല. കാരണം എന്താ അറിയോ? ഇവിടെ കോൺഗ്രസുകാരും CPM-കാരും തമ്മിൽ നേതൃനിലയിൽ ഡീലാണ്. അവർ തമ്മിൽ കച്ചവടം ഉറപ്പിച്ചിട്ടുണ്ട്. ഇവിടെ മാത്രമല്ല, പാലക്കാടും കച്ചവടമുണ്ട്, ചേലക്കരയിലും കച്ചവടമുണ്ട്. എന്താ കച്ചവടം അറിയോ? ചേലക്കരയിൽ CPM ജയിക്കണം, അതിന് സഹായിക്കാൻ കോൺഗ്രസ് ഉണ്ടാവും. പാലക്കാട് BJP ജയിക്കാനാണ് സാധ്യത. സാധാരണ മാർക്സിസ്റ്റ് പാർട്ടി എല്ലാ തെരഞ്ഞെടുപ്പിലും BJP-യെ തോൽപ്പിക്കാൻ അവർ വോട്ട് കോൺഗ്രസിന് മറിച്ചു കൊടുക്കാറുണ്ട്. ഞാൻ പറഞ്ഞതല്ല, നമ്മുടെ മുൻ മന്ത്രി ബാലൻ, CPM നേതാവ് ബാലൻ പറഞ്ഞു, കഴിഞ്ഞ തവണ ഞങ്ങള് BJP-യെ തോൽപ്പിക്കാൻ, NDA തോൽപ്പിക്കാൻ ഞങ്ങൾ വോട്ട് കോൺഗ്രസിന് മറിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് ഷാഫി പറമ്പില് MLA ആയതെന്ന്. ഈ കോൺഗ്രസിന് ഈ CPM നേതാവായ ബാലൻ ചില സമയം സത്യം പറയും. അത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒരു സത്യം പറഞ്ഞെന്താ അറിയോ? ഇനി അടുത്ത തെരഞ്ഞെടുപ്പിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ചിഹ്നം അരിവാൾ ചുറ്റിക നക്ഷത്രമാവില്ല, മറിച്ച് ഈനാം വേച്ചിയോ മരപ്പത്തിയോ ആയിരിക്കും മാർക്സിസ്റ്റ് പാർട്ടിയുടെ ചിഹ്നം എന്നാണ്. ഞങ്ങൾ ബാലനെ കുറിച്ച് പറഞ്ഞു, ആ ബാലന്റെ നാവ് പൊന്നായി തീരണേ ഭഗവാനെ, പൊന്നായി തീരണേ ഭഗവാനെ. അയാൾ ചില സമയം സത്യം പറയും. ഈ പ്രാവശ്യം വോട്ട് മറച്ചു കൊടുത്തതും വോട്ടിന്റെ കച്ചവടത്തെക്കുറിച്ചും അദ്ദേഹം തുറന്നു പറഞ്ഞു. പാലക്കാട് LDF സ്ഥാനാർത്ഥി മുൻ കോൺഗ്രസ് നേതാവ് സലിനും പറഞ്ഞു, കഴിഞ്ഞ വർഷം ഞങ്ങൾക്ക് മാർക്സിസ്റ്റ് പാർട്ടി വോട്ട് ചെയ്തിട്ടുണ്ട്. ഈ പ്രാവശ്യം പാലക്കാട്ടെ സ്ഥിതി എന്താ പറയുന്നത്? മാർക്സിസ്റ്റ് പാർട്ടി അവർ കോൺഗ്രസിന് വോട്ട് ചെയ്താലും ഏതായാലും 10,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് പാലക്കാട് നിന്നും BJP സ്ഥാനാർത്ഥി ശ്രീകൃഷ്ണകുമാർ വിജയിക്കുമെന്ന കാര്യം സംശയമില്ല. അവിടെയും കൊണ്ടുവന്ന് കോൺഗ്രസുകാർ കള്ളപ്പണം. നമ്മൾ ഇലക്ഷൻ കമ്മീഷൻ പരാതി കൊടുത്തു. ഇന്നേ ഹോട്ടലില് കോൺഗ്രസുകാർ കള്ളപ്പണം കൊണ്ടുവന്ന് വീതം വെക്കുന്നുണ്ട്. 6 മണിക്ക് ഇലക്ഷൻ കമ്മീഷൻ പോലീസിനോട് പറഞ്ഞു പോയി പരിശോധിക്കാൻ. പോലീസ് എപ്പോൾ വന്നെന്നറിയാം? 12 മണി. ഇങ്ങനെ വീതം വെച്ച് കൊണ്ടുപോകേണ്ടവരൊക്കെ പണം കൊണ്ടുപോയി. ഈ 12 മണിക്ക് എങ്ങനെ എത്ര പേരാ വന്നെന്നറിയോ? 3 നിലയുള്ള ഹോട്ടല്, 41 മുറിയുള്ള ഹോട്ടല് പരിശോധിക്കാൻ വന്ന 6 പോലീസുകാരാണ്. സ്ത്രീകൾ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കന്മാരുടെ മുറികളും പരിശോധിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഒരു വനിതാ പോലീസ് ഉണ്ടായിരുന്നില്ല. അവിടെ വന്ന് നോക്കുകുത്തികളെ പോലെ പോലീസ് നിന്നു. അവസാനം കടത്തേണ്ട അവസാനത്തെ പണവും അവിടുന്ന് കോൺഗ്രസുകാർ കടത്തിക്കൊണ്ടുപോയതിനു ശേഷമാണ് റെയ്ഡ് ആരംഭിച്ചത്. ഇതിൽ പ്രഹസനമായിരുന്നു. മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും തമ്മിലുള്ള ഡീല്, ധാരണയനുസരിച്ചാണ് ഈ പോലീസിന്റെ നടപടി. അതായത് BJP-യെ തോൽപ്പിക്കണം, CPM വോട്ട് മറച്ചു കൊടുത്താൽ പോലും കോൺഗ്രസ് ജയിക്കാൻ പോകുന്നില്ല, BJP പരാജയപ്പെടാൻ പോകുന്നില്ല. അതുകൊണ്ട് കള്ളപ്പണം ഒഴുക്കിക്കൊണ്ട് പാലക്കാട് വോട്ടർമാരെ സ്വാധീനിക്കാൻ കോൺഗ്രസ് പരിശ്രമിക്കുന്നു. ഞാൻ സൂചിപ്പിച്ചത്, പ്രിയമുള്ളവരെ, ഇവിടെ ചേലക്കരയായാലും പാലക്കാടായാലും വയനാടായാലും NDA-യും IND സഖ്യവും തമ്മിലുള്ള
മത്സരമാണ് നടക്കുന്നത്. ഈ മത്സരത്തിൽ നമുക്ക് ഈ രാജ്യത്ത് വികസനം കൊണ്ടുവന്ന, ജനക്ഷേമ പദ്ധതികൾ കൊണ്ടുവന്ന നരേന്ദ്രമോദി സർക്കാർ അനുകൂലമായി വിധിയെഴുതാൻ ശ്രീമതി നവ്യ ഹരിദാസിന് താമര അടയാളത്തിൽ നിങ്ങൾ വിലപ്പെട്ട വോട്ടവകാശം വിനിയോഗിക്കണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. അതോടൊപ്പം മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും ചേർന്നുകൊണ്ട് നടത്തുന്ന ഈ ജനവിരുദ്ധ നിലപാടുകളുണ്ടല്ലോ, അത് വഖഫ് നിയമത്തിന്റെ കാര്യത്തിലായാലും ശരി, എല്ലാ കാര്യത്തിലും മാർക്സിസ്റ്റ് പാർട്ടിക്കും കോൺഗ്രസിനും ഒരേ അഭിപ്രായമുള്ളത്. ഇവർ ദേശീയ തലത്തിൽ ഒരു മുന്നണിയുടെ ഭാഗമാണ്. IND സഖ്യത്തിന്റെ ഭാഗമാണ് കോൺഗ്രസും CPM-ഉം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ തെരഞ്ഞെടുപ്പ് ഈ അവിശുദ്ധ സഖ്യത്തിനെതിരായിട്ടുള്ള വിധിയെടുത്തായിരിക്കണം. ഒന്നുകൂടി ഞാൻ പറയുന്നു, കഴിഞ്ഞ 8 വർഷക്കാലമായി നമ്മൾ പിണറായി വിജയൻ ഈ സംസ്ഥാനം ഭരിക്കുന്നു. എന്താ ആർക്കെങ്കിലും കാൽക്കാശിന്റെ ഗുണമുണ്ടോ? ഇല്ല. നമ്മുടെ ക്ഷേമ പെൻഷൻ എത്ര മാസമായി കിട്ടിയിട്ട് അമ്മക്കറിയാം അല്ലേ? 5 മാസമായില്ലേ കിട്ടിയിട്ട്. ഇപ്പൊ തെരഞ്ഞെടുപ്പ് വന്നപ്പോ 1 മാസം കൊടുക്കാന്ന് പറഞ്ഞു. മാത്രമല്ല, ഇപ്പൊ നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് പാവപ്പെട്ടവർക്ക് സൗജന്യ ചികിത്സ നൽകാൻ വേണ്ടി ആയുഷ്മാൻ ഭാരത് പദ്ധതി കൊണ്ടുവന്നു. ആയുഷ്മാൻ ഭാരത് പദ്ധതി പാവപ്പെട്ട കുടുംബങ്ങൾക്ക് സൗജന്യമായി ചികിത്സ കിട്ടാൻ 5 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പദ്ധതിയാണ്. അതാണ് ആയുഷ്മാൻ ഭാരത് പദ്ധതി. അത് കൊടുക്കുന്നില്ല. കാരണം ചികിത്സ നടത്തിയ ആശുപത്രിക്ക് പൈസ കൊടുക്കാൻ ബാക്കിയുണ്ട്. അതുകൊണ്ട് എല്ലാ ആശുപത്രിയും, സർക്കാർ സ്വകാര്യ ആശുപത്രികൾ ഇപ്പം ഈ ചികിത്സ നിഷേധിച്ചിരിക്കുക. ഒന്നിനും പൈസയില്ല എന്നാ പറയുന്നത്. നമ്മുടെ പണ്ടൊരു സിനിമയുണ്ടായിരുന്നു, ബഹദൂർ എന്ന് പറയുന്ന ഒരു സിനിമ. എന്നെ കുറിച്ച് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ഇല്ലേ, കേട്ടില്ലേ? ആ ബഹദൂർ ഒരു നൃത്തം ചവിട്ടി പാട്ട് പാടിക്കൊണ്ട് നൃത്തം ചവിട്ടുന്നുണ്ട് ഒരു സിനിമയിൽ. അതിൽ പറയുന്നുണ്ട്, നഞ്ച് വാങ്ങാൻ പോലും നയാ പൈസയില്ല എന്ന്. ഇവിടെ നഞ്ച് വാങ്ങാൻ പോലും പിണറായിയുടെ കയ്യിൽ നയാ പൈസ ഇല്ലെന്നാ പറയുന്നത്. ഒരു വികസന പ്രവർത്തനവും നടക്കുന്നില്ല, ഒരു ജനക്ഷേമ പദ്ധതി നടക്കുന്നില്ല. ആകെ നരേന്ദ്രമോദിയുടെ വികസന പദ്ധതികൾ മാത്രമാണ്, ക്ഷേമ പദ്ധതികൾ മാത്രമാണ് ഈ കേരളത്തിൽ നടക്കുന്ന, പ്രിയമുള്ളവരെ. പക്ഷെ 8 വർഷക്കാലത്തെ ഭരണം മാർക്സിസ്റ്റ് പാർട്ടിയുടെ ചില നേതാക്കന്മാരെ, അധികാരത്തിന്റെ മത്തുമൂത്ത ചില നേതാക്കന്മാരെ ദിവ്യന്മാരാക്കി മാറ്റി. ദിവ്യനെ കുറിച്ച് കേട്ടിട്ടില്ലേ? CPM-ന്റെ നേതാവ്, കണ്ണൂരിലെ നേതാവ്, രഞ്ജിത്തിന്റെ നാട്ടിലാണ്, രഞ്ജിത്തിന്റെ വീട്ടിനടുത്താണ് ഈ മുൻ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷ ദിവ്യയുടെ വീട്. ദിവ്യ എന്താ തെളിയിച്ചെന്നറിയോ നിങ്ങൾ? ഞങ്ങളൊക്കെ കണ്ണൂർക്കാരാണ്. നമ്മുടെ നിരവധി പ്രവർത്തകന്മാരെ വാളുകൊണ്ട് വെട്ടിക്കൊലപ്പെടുത്തിയ പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി, CPM പാർട്ടി. വാളുകൊണ്ട് മനുഷ്യരെ കൊലപ്പെടുത്തുമെന്ന് CPM ഇതിനകം തെളിയിച്ചിട്ടുണ്ട്. പക്ഷെ വാളുകൊണ്ട് മാത്രമല്ല, വാക്കുകൊണ്ടും മനുഷ്യരെ കൊലപ്പെടുത്തുമെന്ന് ദിവ്യയിലൂടെ കണ്ണൂരിലെ മാർക്സിസ്റ്റ് പാർട്ടി തെളിയിച്ചിരിക്കുകയാണ്. നിങ്ങൾ ഓർക്കണം, 2 പെൺകുട്ടികളും ഒരു ഭാര്യയുമുള്ള നവീൻ ബാബു എന്ന ADM-ന്റെ കുടുംബം. ആ നവീൻ ബാബു എന്ന ADM-ന്റെ യാത്രയപ്പ് യോഗത്തിൽ ക്ഷണിക്കാതെ പോയ ദിവ്യ അവരെ പരസ്യമായി അപമാനിച്ചു. ആത്മാഭിമാനിയായ ആ ADM നവീൻ ബാബു തന്റെ ജീവിതം ഒരു കയത്തുണ്ടിൽ അവസാനിപ്പിച്ചു. നിങ്ങൾ നോക്കണം, 17-18 വയസ്സുള്ള ആ നവീൻ ബാബുവിന്റെ മകളാണ് ആ ചിതയ്ക്ക് തീ കൊളുത്തിയത്. അവരുടെ തോളില് കുടം വെച്ചുകൊണ്ട് ആ ശേഷക്രിയ നടത്തുന്ന കാഴ്ച നിങ്ങൾ മാധ്യമങ്ങളിലൂടെ കണ്ടിരിക്കും. ഒരു കുടുംബത്തെ അനാഥമാക്കിയില്ലേ? ഒരു കുടുംബത്തെ കണ്ണീരിലാക്കിയില്ലേ? ഞാൻ ചോദിക്കട്ടെ, ഇതുപോലത്തെ സംഭവങ്ങളല്ലാതെ എന്താണ് 8 വർഷക്കാലത്തെ പിണറായി വിജയന്റെ സംഭാവന? എന്താ സംഭാവന? ഞാൻ ചോദിക്കട്ടെ. എന്നാൽ നരേന്ദ്രമോദി സർക്കാർ വയനാട്ടിലെ പാവങ്ങളോടൊപ്പമാണ്, വയനാട്ടിലെ സാധാരണക്കാരോടൊപ്പമാണ്. ഇവിടെ നമ്മുടെ ചൂരൽമലയിൽ ദുരന്തം വന്നില്ലേ? ആ ദുരന്തം വന്നപ്പോ മണിക്കൂറുകൾക്കുള്ളിൽ പട്ടാളത്തെ ഇറക്കി, മരണസംഖ്യ കുറച്ചു. നാവികസേന വന്നു, കരസേന വന്നു, വ്യോമസേന വന്നു, എല്ലാ സേനകളും വന്നു. എല്ലാവിധ ശ്രമങ്ങളും നടത്തി മരണസംഖ്യ കുറച്ചു, പ്രിയമുള്ളവരെ. മാത്രമല്ല, പ്രാഥമിക ചെലവിന് കേന്ദ്ര ഗവൺമെന്റ്, മോദി സർക്കാർ 145 കോടി 90 ലക്ഷം കൊടുത്തു ജൂലൈ 31. പിന്നെയോ വീണ്ടും ഒക്ടോബർ 1-ാം തീയതി 145 കോടി 90 ലക്ഷം വീണ്ടും കേരള ഗവൺമെന്റിന് കൊടുത്തു.
മാത്രമല്ല പ്രധാനമന്ത്രി നമ്മുടെ ചൂരൽമല സന്ദർശിച്ചു. ദുരന്ത ബാധിത പ്രദേശങ്ങൾ അദ്ദേഹം പോയി. നിങ്ങളെല്ലാവരും കണ്ടതല്ലേ? മാത്രമല്ല ആശുപത്രിയിൽ പോയി, പരിക്ക് പറ്റിയവർ നേരിട്ട് കണ്ടു, അവർ ആവലാദികൾ കേട്ടു. മാത്രമല്ല ദുരിതാശ്വാസ ക്യാമ്പിൽ താമസിക്കുന്ന പാവങ്ങളോട് അവിടെ പോയി അവരെ കണ്ടു, അവരുടെ വിഷമങ്ങൾ ചോദിച്ചറിഞ്ഞു. തിരിച്ചു പോകുമ്പോൾ വയനാട്ടിലെ ജനങ്ങളോട് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു, നിങ്ങളോടൊപ്പം കേന്ദ്ര ഗവൺമെന്റ് ഉണ്ട്. പോകുമ്പം നമ്മുടെ പിണറായി വിജയനോടും പറഞ്ഞു ഒരു കാര്യം പറഞ്ഞു. എന്താണെന്നറിയോ? ഇവിടെ ദുരിതബാധിതരെ പുനരധിവസിപ്പിക്കാൻ നിങ്ങൾ ശാസ്ത്രീയമായ പ്രായോഗികമായ ഒരു പാക്കേജ് കേന്ദ്ര ഗവൺമെന്റ് സമർപ്പിക്കണം. അതിനാവശ്യമായ പണം കേന്ദ്ര ഗവൺമെന്റ് നൽകാൻ തയ്യാറാണ്. പക്ഷെ പ്രിയമുള്ളവർ, നിങ്ങളറിയോ, ഇതാ ഈ ദുരന്തം നടന്നിട്ട് ഇത്രയും മാസം കഴിഞ്ഞിട്ടും ഇതുവരെ ഈ പുനരധിവാസ പാക്കേജ് കേന്ദ്ര ഗവൺമെന്റിന് കൊടുത്തിട്ടില്ല. എത്ര പേർക്കാണ് വീട് കൊടുക്കുന്നത്? ആ വീട് എവിടെയാണ് നിർമ്മിക്കുന്നത്? എത്ര മാസം കൊണ്ടാണ് വീട് നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നത്? വീടിന്റെ വലിപ്പം എത്രയാണ്? വീട് കുടിവെള്ളം നൽകുന്നുണ്ടോ? അവിടെ വിദ്യാഭ്യാസ സൗകര്യമുണ്ടോ? അവിടെ ആരോഗ്യ സംരക്ഷണത്തിനുള്ള സൗകര്യമുണ്ടോ? ആശുപത്രിയുണ്ടോ? ഇതൊക്കെ ചേർത്തുകൊണ്ടുള്ള ഒരു പാക്കേജാണ് കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കേണ്ടത്. ഇതുവരെ കൊടുത്തിട്ടില്ല. എന്നിട്ട് പറയാ കേന്ദ്ര ഗവൺമെന്റ് പണം തന്നില്ല. പണം കൊടുത്തു, പണം മുൻകൂടി കൊടുത്തു. ആദ്യം പറഞ്ഞു പണം കിട്ടിയാലേ പാക്കേജ് നൽകൂ എന്ന് പറഞ്ഞു. പ്രിയമുള്ളവർ, 782 കോടി എന്റെ പ്രസിഡന്റ് നിൽക്കുന്ന CPM-ന്റെയും കോൺഗ്രസ് നേതാക്കന്മാർ എഴുതി വെക്കുക. ദുരിതാശ്വാസ ക്യാമ്പിനായിട്ട് ദുരിതാശ്വാസ നിധിയിലേക്ക് കേന്ദ്ര ഗവൺമെന്റ് 782 കോടി കൊടുത്തു. ഹൈക്കോടതിയിൽ കേസ് വന്നു. ഹൈക്കോടതിയിലും കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞു, ഞങ്ങൾ 782 കോടി പിണറായി വിജയന്റെ ഗവൺമെന്റിന് കൊടുത്തിട്ടുണ്ട്. ആ പണം ഖജാനാവിലുണ്ട്, ഒരു പൈസയും ചെലവഴിച്ചിട്ടില്ല. അതിന് പുറത്താണ് ഞങ്ങൾ 145 കോടി 90 ലക്ഷം ജൂലൈ 31-നും 145 കോടി 90 ലക്ഷം ഒക്ടോബർ 2-നും കൊടുത്തത്. 1032 കോടിയിലധികം രൂപ കേന്ദ്ര ഗവൺമെന്റ് കേരള ഗവൺമെന്റിന് ഈ ദുരന്തത്തിന് ശേഷം കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുവരെ ഒരു പാക്കേജ് ഒന്നും വായിക്കില്ല. ഞാൻ പറയാൻ ആഗ്രഹിക്കും, ഇപ്പൊ എന്താ കൊടുക്കുന്നത്? നിങ്ങള് ആ ദുരിത മേഖലയിൽ ആളുകൾക്ക് പൂത്ത അരിയ കൊടുക്കുന്നത്. അത് കഴിച്ച കുട്ടികൾ ആശുപത്രിയില്ല. മറ്റൊരു ദുരന്തം, പ്രകൃതി ദുരന്തത്തെക്കാൾ വലിയൊരു ദുരന്തം ഈ ഗവൺമെന്റ് ഉണ്ടാക്കിയിരിക്കുകയാണ്. ഇത് പ്രകൃതി ദുരന്തമല്ല. പൂത്ത അരി കൊടുക്കുന്നത് പ്രകൃതി ദുരന്തമാണോ? ഉപയോഗശൂന്യമായ ഭക്ഷണ പദാർത്ഥങ്ങൾ ഈ പാവങ്ങൾക്ക് കൊടുക്കുന്നത് പ്രകൃതി ദുരന്തമല്ല, മനുഷ്യ ദുരന്തമാണ്. ഇതാണ് പിണറായി വിജയൻ ചെയ്യുന്നത്. പക്ഷേ പിണറായി വിജയന്റെ ഈ നെറുകേടിനെതിരെ, ജനവിരുദ്ധ നിലപാടിനെതിരെ ശബ്ദിക്കുന്നതിന് പകരം കോൺഗ്രസും VD സതീശനും പിണറായി വിജയനെ സംരക്ഷിക്കാനാണ് ശ്രമിക്കുന്നത്. പ്രിയമുള്ളവരെ, കേന്ദ്ര ഗവൺമെന്റിനെ കുറ്റപ്പെടുത്താനാണ് ശ്രമിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നത് ഈ നാട്ടിലെ പാവങ്ങളോടൊപ്പം, സാധാരണക്കാരോടൊപ്പമാണ് കേന്ദ്ര ഗവൺമെന്റ്, നരേന്ദ്രമോദി സർക്കാർ. ഒരു ഉത്തരവാദപ്പെട്ട BJPയുടെ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഞാൻ ഈ നാട്ടിലെ ജനങ്ങളോട് പറയുകയാണ്, ഈ കേരള ഗവൺമെന്റ് എന്നാണോ പുനരധിവാസ പാക്കേജ് കേന്ദ്ര ഗവൺമെന്റ് സമർപ്പിക്കുന്നത്, അന്ന് 1032 കോടിയിൽ കഴിഞ്ഞ് എത്ര കോടി വേണം എന്നുണ്ടെങ്കിൽ അത് മുഴുവനായി കൊടുക്കാൻ നരേന്ദ്രമോദി സർക്കാർ തയ്യാറാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. ഇതാണ് നരേന്ദ്രമോദി സർക്കാർ. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ്, ഈ 8 വർഷക്കാലം ദുർഭരണം നടത്തുന്ന പിണറായി സർക്കാരിനെതിരായിട്ടായിരിക്കണം നമ്മുടെ ജനവിധി. കഴിഞ്ഞ 10 വർഷക്കാലം സൽഭരണം നടത്തുന്ന, വികസനം ഈ രാജ്യത്ത് കൊണ്ടുവന്ന, ജനക്ഷേമ പദ്ധതികൾ നടപ്പാക്കിയ മോഡി സർക്കാർ ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാനുള്ള തെരഞ്ഞെടുപ്പായിട്ട് നമ്മുടെ 13-ാം തീയതി വോട്ടെടുപ്പ് മാറ്റണമെന്ന അപേക്ഷയാണ് ഞങ്ങൾക്കുള്ളത്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല പ്രിയമുള്ളവരെ. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഒരു മാറ്റത്തിന് വേണ്ടി, പരിവർത്തനത്തിന് വേണ്ടി ഭാരതീയ ജനതാ പാർട്ടിക്കും NDAക്കും അനുകൂലമായി നവ്യ ഹരിദാസിന് താമര ചിഹ്നത്തിൽ വോട്ട് രേഖപ്പെടുത്തണം എന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. നോക്കൂ നിങ്ങൾ, കോൺഗ്രസ് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും കോൺഗ്രസിനെ തൂത്തെറിഞ്ഞു. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും കോൺഗ്രസിനെ പടിയടച്ച് പൊണ്ണം വെച്ചു. നമ്മുടെ രാജ്യം 55 കൊല്ലം ഭരിച്ച കോൺഗ്രസിനെ നമ്മുടെ രാജ്യത്തെ ഭരണത്തിൽ നിന്നും എന്നേക്കുമായി തൂത്തെറിഞ്ഞു.
ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് ഭരണമില്ല. കോൺഗ്രസ് ഭരിക്കുന്ന എവിടെയാ? ഒന്ന് കർണാടകം, 2 തെലങ്കാന, പിന്നെ വടക്കേ ഇന്ത്യയില് ഒരു 4 MP ജയിപ്പിക്കാൻ സാധിക്കുന്ന ഹിമാചൽ പ്രദേശ്. ഇത് മാത്രമാണ് കോൺഗ്രസ് ഭരണമുള്ളത്. എന്നാൽ ഭാരതീയ ജനതാ പാർട്ടി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ലോകസഭാംഗമുള്ള പാർട്ടിയാണ്. ഭാരതീയ ജനതാ പാർട്ടി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ MLA പാർട്ടിയാണ്. ഭാരതീയ ജനതാ പാർട്ടി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മുഖ്യമന്ത്രിമാരുടെ പാർട്ടിയാണ്. ഭാരതീയ ജനതാ പാർട്ടി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉപമുഖ്യമന്ത്രിമാരുടെ പാർട്ടിയാണ്. BJP നേതൃത്വം നൽകുന്ന മുന്നണി ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ ഭരണം നടത്തുന്നു. പ്രിയമുള്ള ഏതാണ്ട് 20ഓളം സംസ്ഥാനങ്ങളിൽ ഒന്നുകിൽ BJP അല്ലെങ്കിൽ BJP നേതൃത്വം നൽകുന്ന ദേശീയ ജനാധിപത്യ സഖ്യമാണ് ഭരണം നടത്തുന്നത്. ഇന്ത്യയിലെ ഒട്ടുമിക്ക സംസ്ഥാനത്തിൽ നിന്നും ജനങ്ങൾ തൂത്തെറിഞ്ഞ, ജനങ്ങൾ ഉപേക്ഷിച്ച 2 പാർട്ടിയാണ് കോൺഗ്രസും മാർക്സിസ്റ്റ് പാർട്ടി. മാർക്സിസ്റ്റ് പാർട്ടി ബംഗാളിൽ ഈ 34 കൊല്ലം ഭരിച്ചതാണ്. ഇപ്പോഴോ ഒരു MLA പോലും ബംഗാളിൽ CPM ഇല്ല. പ്രിയമുള്ളവരെ, ഇപ്പോൾ അവിടെ ഭരണം നടത്തുന്ന തൃണമൂൽ കോൺഗ്രസ് ആണെങ്കിലും ദീദിയുടെ പാർട്ടിയാണെങ്കിലും മുഖ്യ പ്രതിപക്ഷം ഭാരതീയ ജനതാ പാർട്ടി. 25 കൊല്ലത്തിലധികം CPM ത്രിപുര ഭരിച്ചു. ഇന്ന് ത്രിപുര ഭരിക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടിയാണ്. ഞങ്ങൾ ഉറക്കെ പറയുന്നു, ബംഗാളിൽ എന്താണ് സംഭവിച്ചത്, ത്രിപുരയിൽ എന്താണ് സംഭവിച്ചത്, അത് നാളെ കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നു. ഫാസിസ്റ്റ് പാർട്ടിയുടെ രാഷ്ട്രീയമായ അധപ്പതനം ഈ കേരളത്തിലും ഉണ്ടാകാൻ വേണ്ടി പോകുകയാണ്. ഇതേപോലെ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും കോൺഗ്രസിനെ തൂത്തെറിഞ്ഞിരിക്കാൻ ഇന്ത്യയിലെ ജനങ്ങൾ, വിവിധ സംസ്ഥാനങ്ങളിലെ ജനങ്ങൾ കോൺഗ്രസിനെ ഉപേക്ഷിച്ചിരിക്കുന്നു. ഇന്ത്യയിലെ ഏതാണ്ട് ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലെ ജനങ്ങൾ ഉപേക്ഷിച്ച ഈ 2 പാർട്ടികളും ഇന്ന് നിലനിൽക്കുന്ന എവിടെയാണ്? ഈ കേരളത്തിലാണ്. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നത്, ഈ നരേന്ദ്രമോദിയുടെ ഒരു സ്വപ്ന പദ്ധതിയുണ്ട്. അതിന്റെ പേര് സ്വച്ഛ് ഭാരത്. എന്താ സ്വച്ഛ് ഭാരത് എന്ന് പറഞ്ഞാൽ? നമ്മുടെ വീടിന്റെ പരിസരം, നാടിന്റെ പരിസരം, അങ്ങാടിയുടെ പരിസരം എല്ലാം വൃത്തിയാക്കി മാറ്റുക എന്നുള്ളതാണ്. നമ്മുടെ എല്ലാവരും ഇപ്പം ഈ സ്വച്ഛ് ഭാരത് എന്ന് പറയുന്ന നരേന്ദ്രമോദിയുടെ സ്വപ്ന പദ്ധതി സ്വയം ഏറ്റെടുത്തുകൊണ്ട് നാട്ടിൽ മുഴുവൻ ശുചീകരണം നടത്തുകയാണ്. ആരോഗ്യമുള്ള ജനതയുണ്ടാകണമെങ്കിൽ നമ്മുടെ നാട് ശുചീകരിക്കപ്പെടണം. ഇത് മഹാത്മജിയുടെ സ്വപ്നമാണ്. പക്ഷെ പ്രിയമുള്ളവരെ, കേരളം നന്നാകണമെങ്കിൽ നമ്മുടെ ഈ ചുറ്റുമുള്ള മാലിന്യങ്ങൾ, ചപ്പ് ചവറുകൾ നീക്കം ചെയ്താൽ മാത്രം പോരാ. ഇവിടെ രാഷ്ട്രീയ രംഗത്ത് ചില മാലിന്യങ്ങളുണ്ട്. ഇന്ത്യയിൽ എല്ലാവരും ഉപേക്ഷിച്ച 2 മാലിന്യങ്ങളാണ് മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും. ഇത് രണ്ടും ഇവിടെയാണ് അടിഞ്ഞുകൂടിയിരിക്കുന്നത്. ഈ രാഷ്ട്രീയ മാലിന്യങ്ങളാണ് കേരളത്തിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും, പ്രയാസങ്ങൾക്കും, മാരക രോഗങ്ങൾക്കും, മാറാരോഗങ്ങൾക്കും അടിസ്ഥാനപരമായ കാരണം. അതുകൊണ്ട് നരേന്ദ്രമോദിയുടെ സ്വച്ഛ് ഭാരത് പദ്ധതിയുടെ ഭാഗമായി ഈ രാഷ്ട്രീയ മാലിന്യങ്ങളായ മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസിനെയും ഈ സംസ്ഥാനത്ത് നിന്ന് എന്നാണോ തുടച്ചു മാറ്റുന്നത്, അന്ന് മാത്രമേ വയനാട് ഉൾപ്പെടെയുള്ള കേരളം വികസിക്കുകയുള്ളൂ, കേരളം നന്നാകാൻ വേണ്ടി പോകുന്നുള്ളൂ എന്ന അഭിപ്രായമാണ് ഞങ്ങൾക്കുള്ളത്. അതിന്റെ അവസരം വയനാട്ടിലെ ജനങ്ങൾക്ക് കൈവന്നിരിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ LDF-നെയും UDF-നെയും CPM-നെയും കോൺഗ്രസിനെയും ഉപേക്ഷിക്കാൻ തയ്യാറായാൽ, BJP-യെ NDA സ്വീകരിക്കാൻ തയ്യാറായാൽ, കേരളത്തിന്റെ തലവര, വയനാടിന്റെ തലവര, നമ്മുടെ എല്ലാവരുടെയും തലവര മാറ്റാൻ സാധിക്കും എന്ന കാര്യം സംശയമില്ല. അതുകൊണ്ട് എന്റെയും നിങ്ങളുടെയും പാവപ്പെട്ടവരുടെയും സാധാരണക്കാരന്റെയും സ്വപ്നങ്ങൾക്ക് നിറം പകരാൻ, നമ്മുടെ മോഹങ്ങൾ പൂവണിയാൻ നമുക്ക് പിന്നാലെ വരുന്ന നമ്മുടെ തലമുറയുണ്ടല്ലോ, അവർക്ക് അഭിമാനത്തോടുകൂടി സ്വന്തം കാലിൽ നിൽക്കാൻ സാധിക്കണമെങ്കിൽ ഈ കേരളത്തിലും ഒരു ഭരണമാറ്റം ഉണ്ടാകണം. ഒരു ഡെവലപ്പിംഗ് സർക്കാർ കേരളത്തിലും അധികാരത്തിൽ വരണം. 2026 കേരളത്തിൽ ഭരണമാറ്റം ഉണ്ടാകാൻ ഇന്ന് വയനാട്ടിലെ ഉപതെരഞ്ഞെടുപ്പിൽ നിങ്ങൾ NDA സ്ഥാനാർത്ഥി നവ്യ ഹരിദാസിനെ വിജയിപ്പിച്ചാൽ സ്വാഭാവികമായും കേരളത്തിൽ ഒരുപാട് താമരകൾ 2026 വിരിയുമെന്ന കാര്യം സംശയമില്ല. ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളോട് പറയാം. എന്താണെന്നറിയോ? ഈ വധേര ജയിച്ചാൽ ഒരു MP ആണ്. എന്നാൽ നിങ്ങൾ NDA സാരഥി ശ്രീമതി നവ്യ ഹരിദാസിനെ ഒരു MP ആക്കി മാറ്റിയാൽ അവർ കേന്ദ്രമന്ത്രിയായിട്ടായിരിക്കും വയനാട്ടിലേക്ക് തിരിച്ചു വരിക എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ,
അത്തരത്തിൽ ഒരു പുതിയ വസന്തം ഈ നമ്മുടെ വയനാട്ടിലുണ്ടാകാൻ എല്ലാവരുടെയും വിലപ്പെട്ട വോട്ടവകാശം താമര അടയാളത്തിൽ രേഖപ്പെടുത്തി ശ്രീമതി നവ്യ ഹരിദാസിനെ വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമേ എന്ന് താഴ്മയോടുകൂടി അഭ്യർത്ഥിക്കുകയാണ്. 13-ാം തീയതി സുപ്രഭാതം പൊട്ടിവിടരുന്നു. എന്റെ അമ്മമാരുടെയും സഹോദരിമാരുടെയും സഹോദരന്മാരുടെയും സഹപ്രവർത്തകരുടെയും എല്ലാ പ്രബുദ്ധരായ വോട്ടർമാരുടെയും മനസ്സിൽ ഒരു നന്മയുടെ പ്രതീകം എന്നുള്ള നിലയിൽ നിങ്ങൾ എല്ലാവരുടെയും മനസ്സിൽ ഒരു മനോഹരമായ താമര വിടരുമാറാകട്ടെ. നിങ്ങൾ മനസ്സിൽ വീഴുന്ന താമരയുമായി പോളിംഗ് ബൂത്തിലേക്ക് മാർച്ച് ചെയ്ത് ബാലറ്റ് കടലാസിൽ കാണുന്ന മനോഹരമായ താമര ചിഹ്നത്തിൽ നിങ്ങളുടെ സമ്മതിദാനാവകാശം രേഖപ്പെടുത്തിക്കൊണ്ട് ഒരു രാഷ്ട്രീയ മാറ്റത്തിന്, രാഷ്ട്രീയ പരിവർത്തനത്തിന്, രാഷ്ട്രീയ നവോത്ഥാനത്തിന് നിങ്ങളെല്ലാവരും നേതൃത്വം നൽകണമേ എന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങളെല്ലാവരും അതിന് തയ്യാറാകുമെന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടുകൂടി ഇവിടെ നൂൽപ്പുഴ പഞ്ചായത്ത് MDA കമ്മിറ്റി സംഘടിപ്പിച്ച ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗം നിങ്ങളെല്ലാവരുടെയും അനുമതിയോടെ, അനുവാദത്തോടെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നതോടൊപ്പം എന്റെ പ്രസംഗം ശ്രവിച്ച ഈ നൂൽപ്പുഴയിലെ എല്ലാ പ്രബുദ്ധരായ വോട്ടർമാർക്കും എന്റെ ഹൃദയം നിറഞ്ഞ കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊണ്ട് എന്റെ വാക്കുകൾക്ക് വിരാമമിടുന്നു. നിങ്ങൾക്ക് നമസ്കാരം. വന്ദേ മാതരം.